നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ മലിനജല പ്രശ്നത്തിന് പരിഹാരമായി മലിനജല പ്ലാന്റ് ഉദ്ഘാടനത്തിനൊരുങ്ങി. തിരൂരങ്ങാടി നഗരസഭയുടെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മലിനജല പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി. ആശുപത്രിയിലെ മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കുവാൻ സാധിക്കുന്ന പദ്ധതിയാണിത്. 6500 ലിറ്റർ മലിനജലം 1 മണിക്കൂറിനുള്ളിൽ ശുദ്ധീകരിക്കുവാനുള്ള പ്ലാന്റാണിത്. ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നത് മൂലം പരിസരവാസികൾ ശുദ്ധജലം കിട്ടാതെ പ്രയാസത്തിലായിരുന്നു. കുടിവെള്ളം മറ്റിടങ്ങളിൽ നിന്നും എത്തിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. കിണറുകൾ മലിനമാകുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതോടെയാണ് ശുദ്ധീകരണ പ്ലാന്റ് ഉണ്ടാക്കുവാൻ തീരുമാനിച്ചത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ 1 കോടിയും തിരൂരങ്ങാടി നഗരസഭയുടെ 50 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ പ്ലാന്റിന്റെ പരീക്ഷണ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നതിനായി ജീവനക്കാരനും ഉണ്ടാകും. 1,27,000 ശേഷിയുള്ള സംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയായ ബാക്ക്ഹോസാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നഗരസഭ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണിതെന്നും പ്ലാന്റ് ഉദ്ഘാടനത്തിനൊരുങ്ങിയെന്നും നഗരസഭ വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ പറഞ്ഞു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഈ പ്രദേശവാസികളുടെ അതുപോലെ തന്നെ നഗരസഭയുടെ പ്രധാനപ്പെട്ട പദ്ധതി ഒരു ആവശ്യം പരിഹരിക്കപ്പെടുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിന് ഉദ്ഘാടനത്തിലേക്ക് വേണ്ടി പോവുകയാണ്. നമ്മുടെ ആശുപത്രിയിലെ മലിനജലം സംസ്കരിച്ച് ഫിൽട്ടർ ചെയ്ത് പുനരുപയോഗം ചെയ്യുന്ന ജലമാക്കി മാറ്റുന്ന പദ്ധതിയാണ്. നേരത്തെ ഇവിടെ പരിസര വീടുകളിലേക്ക് മലിനജലം അവരുടെ കിണറുകളിലേക്ക് മലിനജലം പോകുന്നു എന്നുള്ള ഒരു പരാതി ഉയർത്തുന്നു. ശക്തമായ പരാതി വാട്സപ്പിൽ മുഖ്യമായി ജനങ്ങൾ ആ പരാതി ഉന്നയിച്ചിരുന്നു. അത് നഗരസഭ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീവ്ര യജ്ഞം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. അപ്പോൾ NHMന്റെ കീഴിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ 1 കോടി രൂപ നമുക്ക് അനുവദിച്ചെങ്കിലും എസ്റ്റിമേറ്റ് പിന്നെ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കൂടി പദ്ധതികൾ അതിലേക്ക് കൂട്ടിച്ചേർക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 1.5 കോടി രൂപയിലേക്ക് എത്തി. പക്ഷേ ആ 50 ലക്ഷം ആര് വകയിരുത്തുമെന്നുള്ള പ്രശ്നമാണ്. കാരണം NHMന്റെ 1 കോടി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ മുനിസിപ്പാലിറ്റി 50 ലക്ഷം കൂടി വകയിരുത്തി രണ്ട് സംയുക്തമായ പ്രൊജക്റ്റായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ പല മാസങ്ങളുടെ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സഫലീകരണം ഒരു ആത്മനിർവൃതി നഗരസഭ ഭരണസഭയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു അനുഗ്രഹം ആശ്വാസമായി ഈ പദ്ധതി മാറിയിരിക്കുന്നതിൻ്റെ ട്രയൽ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി പരിസരത്തെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ദുരിതത്തിനാണ് ഇതോടെ അറുതിയാകുന്നത്. ആശുപത്രിയിൽ നിന്ന് മലിനജലം കിണറുകളിലേക്ക് എത്തുന്നത് മൂലം പരിസരവാസികൾക്ക് ശുദ്ധജലം കിട്ടാത്ത പ്രയാസത്തിലായിരുന്നു. പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഈ വലിയ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പരിസരവാസികൾ. അതോടൊപ്പം 1.5 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പ്ലാന്റ് നഗരസഭയുടെ മറ്റൊരു നേട്ടവുമായി മാറും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.